Dear students, welcome to Learner's World. In this video, I'm going to talk about Model Question Paper Analysis, Fundamentals of Film Studies, FIUGP Semester 5, BA English Language and Literature, Calicut University. ഫണ്ടമെൻറ്റൽസ് ഓഫ് ഫിലിം സ്റ്റഡീസിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. മാക്സിമം ടൈം എന്ന് പറയുന്നത് 2 hours ആണ്. മാർക്ക് 70 ആണ്. ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് 3 മാർക്കിന് എഴുതാനുള്ള 2 or 3 സെൻറ്റൻസസിൽ ആൻസർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പിന്നീട് സെക്ഷൻ ബി എന്ന് പറയുന്നത് 6 മാർക്കിന് എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സെക്ഷൻ സി എന്ന് പറയുന്നത് 10 മാർക്കിന് എഴുതാനുള്ള ലോങ് എസ്സേ. 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി. ഓരോ സെക്ഷനും നോക്കാം. സെക്ഷൻ എ 3 marks ഈച്ച്. വാട്ട് ഈസ് ക്രോണോളജിക്കൽ എഡിറ്റിംഗ്? ക്രോണോളജിക്കൽ എഡിറ്റിംഗ് എന്താണെന്നുള്ളതാണ് ചോദ്യം. Chronological editing is arranging film shots in the same order in which events happen in real life from beginning to end. It helps the audience follow the story easily. Chronological editing എന്ന് പറയുന്നത് അതായത് സംഭവങ്ങൾ യഥാർത്ഥ ജീവിതത്തിൽ നടന്ന അതേ ക്രമത്തിൽ സിനിമയിലെ ഷോട്ടുകൾ ക്രമീകരിക്കുന്ന ഒരു എഡിറ്റിംഗ് രീതിയാണിത്. ഇത് ഓഡിയൻസിന് ആ സ്റ്റോറി പെട്ടെന്ന് മനസ്സിലാക്കാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. വാട്ട് ഈസ് എ ടോക്കി? ടോക്കി എന്താണ്? എ ടോക്കി ഈസ് എ ഫിലിം വിത്ത് സിങ്ക്രണൈസ്ഡ് സൗണ്ട് ഇൻക്ലൂഡിങ് സ്പോക്കൺ ഡയലോഗ്, മ്യൂസിക് ആൻഡ് സൗണ്ട് ഇഫക്ട്സ്. ദ ജാസ് സിംഗർ ഈസ് റിഗാർഡഡ് ആസ് എ ഫസ്റ്റ് സക്സസ്ഫുൾ ടോക്കി. ടോക്കി എന്ന് പറയുന്നത് സംഭാഷണങ്ങൾ, സംഗീതം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുമിപ്പിച്ച് ഒരു ശബ്ദമുള്ള സിനിമയാണ് ടോക്കി എന്ന് പറയുന്നത്. ദ ജാസ് സിംഗർ എന്ന് പറയുന്നത് ആദ്യത്തെ വിജയകരമായ ടോക്കി സിനിമയായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. സ്പോക്കൺ ഡയലോഗും സൗണ്ടും ഒക്കെ സമന്വയിപ്പിച്ചുണ്ടാക്കുന്ന ഒരു മൂവിനെയാണ് ടോക്കി എന്ന് പറയുന്നത്. ഡിഫൈൻ ഡിജിറ്റൽ സിനിമ. ഡിജിറ്റൽ സിനിമ നിർവചിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡിജിറ്റൽ സിനിമ ഈസ് ദ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പ്രൊജക്ഷൻ ഓഫ് ഫിലിം യൂസിങ് ഡിജിറ്റൽ ടെക്നോളജി ഇൻസ്റ്റെഡ് ഓഫ് ട്രഡീഷണൽ ഫിലിം റീൽസ്. ഇറ്റ് ഓഫേഴ്സ് ബെറ്റർ പിക്ചർ ക്വാളിറ്റി, ഈസിയർ എഡിറ്റിംഗ് ആൻഡ് ലോവർ കോസ്റ്റ്. ഡിജിറ്റൽ സിനിമ എന്ന് പറയുന്നത് പരമ്പരാഗത ഫിലിം റീലുകൾക്ക് പകരം ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് സിനിമ നിർമ്മിക്കുകയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതാണ് ഡിജിറ്റൽ സിനിമ എന്ന് പറയുന്നത്. ഇതുമൂലം മികച്ച ദൃശ്യ നിലവാരം, എളുപ്പമുള്ള എഡിറ്റിങ്, കോസ്റ്റ് കുറവ് ഒക്കെ ഇതിൻ്റെ ഒരു ബെനഫിറ്റാണ്. വാട്ട് ഈസ് എ ലോ ആംഗിൾ ഷോട്ട്? ലോ ആംഗിൾ ഷോട്ട് എന്താണ്? എ ലോ ആംഗിൾ ഷോട്ട് ഈസ് ഫിലിംഡ് ഫ്രം ബിലോ ദ സബ്ജക്റ്റ് ലുക്കിംഗ് അപ്വാർഡ്. ഇറ്റ് മേക്സ് എ ക്യാരക്ടർ അപ്പിയർ പവർഫുൾ, ഇമ്പോർട്ടൻ്റ് ഓർ ഡോമിനൻ്റ്. അതായത് ക്യാമറയെ സബ്ജക്റ്റിൻ്റെ താഴെ സ്ഥാപിച്ച് മുകളിലേക്ക് നോക്കുന്ന രീതിയിൽ ചിത്രീകരിക്കുന്ന ഷോട്ടാണ് ലോ ആംഗിൾ ഷോട്ട് എന്ന് പറയുന്നത്. ഇത് കഥാപാത്രത്തെ ശക്തനും ഇമ്പോർട്ടൻ്റും ഒക്കെ ആക്കി അവതരിപ്പിക്കുന്നുണ്ട്. വാട്ട് ഈസ് ഫിലിം നോയർ? ഫിലിം നോയർ ഈസ് എ ഹോളിവുഡ് ഫിലിം സ്റ്റൈൽ പോപ്പുലർ ഇൻ ദ 1940s and 1950s. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ക്രൈം സ്റ്റോറീസ്, ഡാർക്ക് ലൈറ്റിംഗ്, മോറൽ ആംബിഗ്വിറ്റി ആൻഡ് പെസിമിസ്റ്റിക് തീംസ്. 1940കളിലും 50കളിലും പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു ഹോളിവുഡ് സിനിമാ ശൈലിയാണ് ഫിലിം നോയർ. കുറ്റകൃത്യങ്ങളൊക്കെ ആസ്പദമാക്കിയിട്ടുള്ള കഥകൾ, ഇരുണ്ട ലൈറ്റിംഗ്, അതുപോലെ നിരാശഭരിതമായിട്ടുള്ള തീം ഒക്കെയാണ് ഇതിൻ്റെ പ്രധാന സവിശേഷതകൾ. ഡിഫൈൻ ഓട്ടർ തിയറി. ഡിഫൈൻ ഓട്ടർ തിയറി. ഓട്ടർ സിദ്ധാന്തം എന്താണെന്ന് നിർവചിക്കുക. ഓട്ടർ തിയറി സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഡയറക്ടർ ഈസ് ദ മെയിൻ ക്രിയേറ്റീവ് ഫോഴ്സ് ബിഹൈൻഡ് എ ഫിലിം. എ ഡയറക്ടേഴ്സ് പേഴ്സണൽ സ്റ്റൈൽ ആൻഡ് വിഷൻ ആർ റിഫ്ലക്റ്റഡ് ത്രൂ ഔട്ട് ദ മൂവി. അതായത് ഒരു സിനിമയുടെ പ്രധാന സൃഷ്ടിപരമായ ശക്തി എന്ന് പറയുന്നത് ഡയറക്ടറാണ് എന്നുള്ള ഒരു സിദ്ധാന്തമാണിത്. അതായത് സംവിധായകൻ്റെ വ്യക്തിപരമായ ശൈലിയും കാഴ്ചപ്പാടും സിനിമയിലുടനീളം പ്രതിഫലിക്കുന്നുണ്ട്. ഡയറക്ടർ ഈസ് ഇമ്പോർട്ടൻറ്റ്. അതാണ് ഓട്ടർ തിയറി. നെയിം എനി 3 ഫിലിംസ് ഡയറക്റ്റഡ് ബൈ അടൂർ ഗോപാലകൃഷ്ണൻ. അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ഏതെങ്കിലും 3 സിനിമകളുടെ പേരാണ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എലിപ്പത്തായം, മതിലുകൾ, വിധേയൻ.
വാട്ട് വാസ് എ ബിറ്റർ ലെസൺ ലേൺ ബൈ ഫിലിം മൊണോപ്പൊളിസ്റ്റ് ഇൻ 1955? 1955 സിനിമാ കുത്തകക്കാർ പഠിച്ച കഠിന പാഠം എന്തായിരുന്നു? In 1955, film monopolists realized that television had become a strong competitor. They learned that audiences wanted new technologies and better cinematic experiences, leading to innovations like widescreen and color films. അതായത് 1955 ടെലിവിഷൻ സിനിമയ്ക്ക് ശക്തമായ മത്സരമായി മാറിയെന്ന് സിനിമ കുത്തകക്കാർ മനസ്സിലാക്കി. അതിനാൽ പ്രേക്ഷകരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് വൈഡ് സ്ക്രീൻ, കളർ സിനിമകൾ തുടങ്ങിയിട്ടുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയൊക്കെ അവർ തിരിച്ചറിഞ്ഞു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഹൗ ഡിഡ് ആൽഫ്രഡോ ലോസ് ഹിസ് ഐസൈറ്റ്? ആൽഫ്രഡോക്ക് എങ്ങനെയാണ് കാഴ്ച നഷ്ടപ്പെട്ടത്? ഇൻ സിനിമ പാരഡിസോ, Alfredo lost his eyesight in a fire that broke out in the projection room while trying to save the film reels. സിനിമ പാരഡിസോയിൽ പ്രൊജക്ഷൻ റൂമിൽ ഉണ്ടായിട്ടുള്ള തീപിടുത്തത്തിലാണ് ഈ കണ്ണ് നഷ്ടപ്പെട്ടത്. ആൽഫ്രഡോക്ക് കാഴ്ചശക്തി അപ്പോഴാണ് നഷ്ടപ്പെട്ടത്. വാട്ട് ഹാപ്പൻസ് ടു ഷാലു ഇൻ മസാൻ? Shalu dies in a bus accident while returning home. Her sudden death deeply affects Deepak and changes his life. മസാൻ സിനിമയിൽ ഷാലുവിന് എന്താണ് സംഭവിച്ചത്? മസാൻ സിനിമയിൽ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ ഷാലു ഒരു ബസ് ആക്സിഡൻറ്റിൽ മരിക്കുകയാണ് ചെയ്തത്. അവളുടെ അപ്രതീക്ഷിത മരണം ദീപകിൻ്റെ ജീവിതത്തെ ആഴത്തിൽ സ്വാധീനിക്കുകയും അവൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തുകയൊക്കെ ചെയ്തു. അടുത്തത് 6 മാർക്കിനുള്ള ചോദ്യങ്ങളാണ്. What are the key differences between consuming content through OTT platforms and traditional theatre experiences? അതായത് OTT പ്ലാറ്റ്ഫോമുകളിലൂടെയുള്ള കൺസ്യൂമിങ് കോണ്ടൻറ്റും അതുപോലെ ട്രഡീഷണൽ പരമ്പരാഗത തിയേറ്റർ എക്സ്പീരിയൻസ് തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. OTT over the top platform and traditional theatres offer different viewing experiences. OTT platforms allow people to watch movies and web series anytime and anywhere using mobile phone, laptop or smart TVs. They provide convenience, affordability and features like pause, rewind and download. അപ്പോൾ OTT എന്ന് പറയുന്നത് ഓവർ ദ ടോപ്പ് പ്ലാറ്റ്ഫോമുകളാണ്. ഇത് പരമ്പരാഗത തിയേറ്ററുകളിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവമാണ് നൽകുന്നത്. മൊബൈൽ ഫോണ്, ലാപ്ടോപ്പ്, സ്മാർട്ട് TV തുടങ്ങിയിട്ടുള്ളതൊക്കെ ഉപയോഗിച്ച് എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഇരുന്നിട്ട് സിനിമകളും വെബ് സീരീസുകളൊക്കെ കാണാൻ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. കുറഞ്ഞ ചിലവുള്ളൂ, സൗകര്യമാണ്. നമുക്ക് പോസ് ചെയ്യാനും റിവൈൻഡ് ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനൊക്കെ ഇതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. In contrast, theatres offer a large screen, high quality sound and an immersive atmosphere that enhances the cinematic experience. Watching films in theatres is also a collective social activity enjoyed with family and friends. എന്നാലൊരു ട്രഡീഷണൽ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇതിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അനുഭവമാണ്. അതായത് തിയേറ്ററുകൾ വലിയ സ്ക്രീൻ ഉണ്ടാകും, മികച്ച ശബ്ദ സംവിധാനം ഉണ്ടാകും, കൂടുതൽ ആസ്വാദ്യകരമായ സിനിമാനുഭവം ഒക്കെ ഓഡിയൻസിന് കിട്ടുന്നുണ്ട്. നമ്മളെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഒപ്പം ഇരുന്ന് സിനിമ കാണാൻ കഴിയും. OTT platforms have become popular because they offer a wide variety of content at lower cost, while theatres continue to attract audiences with their unique visual and audio experience. Today, both OTT platforms and theatres coexist and play important roles in the film industry. അതായത് ഇന്ന് ട്രഡീഷണൽ തിയേറ്റർ എക്സ്പീരിയൻസും അതുപോലെ OTT പ്ലാറ്റ്ഫോമുകളൊക്കെ ഇന്ന് വളരെ ജനപ്രിയമായിട്ട് മാറിയിരിക്കുകയാണ്. എന്നിരുന്നാലും തിയേറ്റർ എക്സ്പീരിയൻസാണ് കുറച്ചും കൂടെ മുന്നിട്ട് നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. അതായത് കുറച്ചും കൂടെ ഒരു ദൃശ്യം, അതുപോലെ ശബ്ദം, ഇതൊക്കെ ഒരു നല്ലൊരു അനുഭവം നൽകുന്നത് തിയേറ്ററാണ്.
അതുകൊണ്ട് തന്നെ ഇന്നും തിയേറ്ററുകൾ സിനിമ ഇൻഡസ്ട്രിയിൽ പ്രധാന സ്ഥാനമാണ് വഹിക്കുന്നത്. ഇൻ്റർപ്രറ്റ് ദ എൻഡിങ് ഓഫ് ആദാമിൻ്റെ വാരിയൽ. ആദാമിൻ്റെ വാരിയൽ എന്ന സിനിമയുടെ അവസാന ഭാഗം വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ എൻഡിങ് ഓഫ് ആദാമിൻ്റെ വാരിയൽ ഈസ് എ പവർഫുൾ സിംബൽ ഓഫ് വുമൺ സ്ട്രഗിൾ ഫോർ ഫ്രീഡം ആൻഡ് ഈക്വാലിറ്റി. ദ ഫിലിം ഫോളോസ് ദ ലീവ്സ് ഓഫ് 3 women ഫ്രം ഡിഫറെൻറ്റ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്സ് ഹു സഫർ അണ്ടർ എ patriarchal society, while the other women remain trapped in their difficult situations. Alice escaped from her oppressive life in search of freedom and self-respect. Her escape represents hope and resistance against male domination and social injustice. Director K.G. George does not provide a happy ending, but leaves audience thinking about the challenges faced by women in society. The ending suggests that true liberation is possible only when women gain independence, dignity, and equal rights. It remains one of the strongest feminist ending in Malayalam cinema. അപ്പോൾ ആദാമിൻ്റെ വാരിയൽ എന്ന സിനിമയുടെ അവസാന ഭാഗം സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനും അതുപോലെ സമത്വത്തിനുള്ള പോരാട്ടത്തിൻ്റെ ഒരു ശക്തമായിട്ടുള്ള ഒരു പ്രതീകമാണെന്നാണ് പറയുന്നത്. അതായത് വ്യത്യസ്ത സാമൂഹിക ബാക്ക്ഗ്രൗണ്ടിലുള്ള 3 സ്ത്രീകളുടെ ജീവിതവും അവർ പുരുഷാധിപത്യ സമൂഹത്തിൽ അനുഭവിക്കുന്ന പീഡനങ്ങളുമായിട്ടാണ് ഈ സിനിമ അവതരിപ്പിക്കുന്നത്. അതായത് മറ്റ് സ്ത്രീകൾ അവരുടെ ദുരിത ജീവിതത്തിൽ തുടരുമ്പോൾ ആലീസ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ തൻ്റെ അടിച്ചമർത്തപ്പെട്ട ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വാതന്ത്ര്യവും ആത്മാഭിമാനവും ഒക്കെ നേടുന്നുണ്ട്. അവളുടെ രക്ഷപ്പെടൽ പ്രതീക്ഷയുടെയും സാമൂഹിക അനീതിക്കും പുരുഷാധിപത്യത്തിനെതിരെയായിട്ടുള്ള ഒരു പ്രതിരോധം ആയിട്ടാണ് കാണുന്നത്. ഡയറക്ടറായിട്ടുള്ള K.G. ജോർജ് സന്തോഷകരമായ ഒരു അവസാനം ഈ സിനിമയ്ക്ക് നൽകാതെ സ്ത്രീകൾ സമൂഹത്തിൽ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് പ്രേക്ഷകരെ ചിന്തിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സ്ത്രീകൾക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിക്കണമെങ്കിൽ അവർക്ക് സ്വാതന്ത്ര്യവും അന്തസ്സും സമത്വവും ലഭിക്കേണ്ടതുണ്ടെന്ന് ഈ സിനിമ വ്യക്തമാക്കുന്നുണ്ട്. മലയാള സിനിമയിലെ ഏറ്റവും ശക്തമായ ഫെമിനിസ്റ്റ് അവസാനങ്ങളിൽ ഒന്നായാണ് ഈ ഒരു സിനിമ കണക്കാക്കപ്പെടുന്നത്. Explain scopophilia. Scopophilia means the pleasure of looking or gaining enjoyment through watching others. The concept was popularized in film studies by Laura Mulvey in her famous essay Visual Pleasure and Narrative Cinema. സ്കോപ്പോഫിലിയ എന്ന് പറയുന്നത് മറ്റുള്ളവരെ നോക്കുന്നതിലൂടെയോ കാണുന്നതിലൂടെയോ ലഭിക്കുന്ന ആനന്ദത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ലോറ മൾവെയാണ് തൻ്റെ പ്രശസ്തമായിട്ടുള്ള വിഷ്വൽ പ്ലഷർ ആൻഡ് നറേറ്റീവ് സിനിമ എന്ന ലേഖനത്തിലൂടെയാണ് ഈ ഒരു ആശയം സിനിമാ പഠനത്തിൽ ജനപ്രിയമാക്കിയത്. അക്കോർഡിംഗ് ടു മൾവേ, മെയിൻ സ്ട്രീം സിനിമ ഓഫൺ എൻകറേജസ് ദ ഓഡിയൻസ് ടു വ്യൂ വുമൻ as objects of visual pleasure through what she calls the male gaze. Female characters are frequently presented for their physical appearance rather than their personality or intelligence, while male characters are shown as active heroes who control the story. This unequal representation reinforces gender stereotypes and patriarchal values. Mulvey argues that cinema should move beyond such portrayals and represent women as independent individuals with their own identity and agency. അതായത് മൾവയുടെ അഭിപ്രായത്തിൽ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന സിനിമകൾ സ്ത്രീകളെ മെയിൽ ഗേസ് അഥവാ പുരുഷ നോട്ടത്തിലൂടെ ദൃശ്യാനന്ദത്തിനുള്ള ഒരു ഒബ്ജക്റ്റായിട്ടാണ് സിനിമയിൽ അവതരിപ്പിക്കുന്നത്. മെയിൻ സ്ട്രീം സിനിമകൾ സ്ത്രീ കഥാപാത്രങ്ങൾ അവരുടെ വ്യക്തിത്വത്തേക്കാൾ അവരുടെ ശാരീരിക സൗന്ദര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെ അവതരിപ്പിക്കുന്നത്. പുരുഷ കഥാപാത്രങ്ങളെ കഥയെ മുന്നോട്ട് നയിക്കുന്ന ശക്തരായിട്ടുള്ള ഒരു ഹീറോ ആയിട്ടാണ് മെയിൻ സ്ട്രീം സിനിമകളൊക്കെ ചിത്രീകരിക്കുന്നത്. ഇത്തരത്തിലുള്ള അവതരണങ്ങൾ ലിംഗവിവേചനവും പുരുഷാധിപത്യ മൂല്യങ്ങളും ശക്തിപ്പെടുത്തുന്നുണ്ട്. അതിനാൽ സ്ത്രീകളെ സ്വതന്ത്ര വ്യക്തിത്വവും തീരുമാനം എടുക്കാനുള്ള കഴിവൊക്കെ ഉള്ള വ്യക്തികളായിട്ട് സിനിമ അവതരിപ്പിക്കണമെന്ന് മൾവേ അഭിപ്രായപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് depiction of the struggles of the working class in I, Daniel Blake. ഡാനിയൽ ബ്ലേക്ക് എന്ന സിനിമയിൽ തൊഴിലാളി വർഗത്തിൻ്റെ പോരാട്ടങ്ങൾ എങ്ങനെയാണ് ചിത്രീകരിക്കുന്നത്. ഡാനിയൽ ബ്ലേക്ക്
realistically portrays the struggles of the working class through the life of Daniel Blake, a carpenter recovering from heart attack. Although doctors advise him not to work, the welfare system forces him to seek employment to receive financial support. He faces endless paperwork, online applications, and unfair treatment from government officials. ഐ ഡാനിയൽ ബ്ലേക്ക് എന്ന് പറയുന്ന ഈ ഒരു സിനിമ തൊഴിലാളി വർഗത്തിൻ്റെ ജീവിത സമരങ്ങളെ വളരെ യാഥാർത്ഥ്യബോധത്തോടെ അവതരിപ്പിക്കുന്ന ഒരു സിനിമയാണ്. ഹൃദയാഘാതത്തിൽ നിന്ന് സുഖം പ്രാപിക്കുന്ന ഒരു കാർപ്പൻ്ററായിട്ടുള്ള ഡാനിയൽ ബ്ലേക്കിൻ്റെ ജീവിതത്തിലൂടെയാണ് ഈ പോരാട്ടം ചിത്രീകരിക്കുന്നത്. ഡോക്ടർമാരൊക്കെ ജോലി ചെയ്യരുത് എന്ന് നിർദ്ദേശിച്ചിട്ടും സാമ്പത്തിക സഹായം ലഭിക്കാൻ, അതായത് വെൽഫെയർ സിസ്റ്റത്തിനെ സമീപിക്കുകയും അദ്ദേഹത്തെ ജോലി അവിടുത്തെ നിയമങ്ങൾ അദ്ദേഹത്തോട് ജോലി അന്വേഷിക്കാൻ നിർബന്ധിതനാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. സർക്കാർ ഓഫീസുകളിലെ സങ്കീർണമായിട്ടുള്ള നടപടിക്രമങ്ങൾ, ഓൺലൈൻ അപേക്ഷകൾ, അവിടെയുള്ള ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം എന്നിവ ഒക്കെ അദ്ദേഹത്തെ വളരെ സ്ട്രഗിളാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. Daniel also befriends Katie, a single mother who struggles to failure of the welfare system and the hardship faced by ordinary working class people. Ken Loach uses realistic storytelling to criticize bureaucracy, unemployment, and social inequality, while emphasizing the importance for dignity, compassion, and human rights. ആ സമയത്താണ് അദ്ദേഹം കാറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിംഗിൾ മദറിനെ കണ്ടുമുട്ടുന്നത്. അവർ ദാരിദ്ര്യം കാരണം മക്കളെ പോറ്റാൻ ബുദ്ധിമുട്ടുന്ന ഒരു സിംഗിൾ മദറായിരുന്നു. അവർ രണ്ടുപേരും വളരെ സൗഹൃദത്തിലാകുന്നുണ്ട്. അത് ഈ സിനിമയിലെ ഒരു പ്രധാന ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇവരുടെ ജീവിതാനുഭവങ്ങളിലൂടെ ക്ഷേമ പദ്ധതിയുടെ പരാജയങ്ങളും സാധാരണ തൊഴിലാളി വർഗം നേരിടുന്ന ദുരിതങ്ങളും ഒക്കെയാണ് ഡയറക്ടറായിട്ടുള്ള കെൻ ലോച്ച് വളരെ റിയലിസ്റ്റിക് ആയിട്ട് അവതരിപ്പിക്കുന്നത്. സാമൂഹിക അസമത്വത്തെയും തൊഴിലില്ലായ്മയും ബ്യൂറോക്രസിയും ഒക്കെ വിമർശിക്കുന്ന ഒരു സിനിമയാണിത്. അതോടൊപ്പം തന്നെ മനുഷ്യത്വത്തിൻ്റെ മഹത്വം, കരുണയുടെയും മനുഷ്യത്വത്തിൻ്റെയൊക്കെ മഹത്വം ഒക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു സിനിമ കൂടിയാണത്. ഡിസ്കസ് ക്രിസ്റ്റഫർ നോളൻസ് വ്യൂസ് ഓൺ ഫിലിം മേക്കിംഗ്. ചലച്ചിത്ര നിർമ്മാണത്തെക്കുറിച്ചിട്ടുള്ള ക്രിസ്റ്റഫർ നോളൻ്റെ കാഴ്ചപ്പാടുകൾ വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. Christopher Nolan believes that filmmaking is a powerful art that should provide audience with an immersive and memorable experience. He strongly supports shooting films on traditional film instead of digital because he feels it produces richer images and preserves cinematic quality. Nolan also believes that movies are best experienced in theaters where the large screen and surround sound create a unique emotional impact. ക്രിസ്റ്റഫർ നോളൻ്റെ അഭിപ്രായത്തിൽ സിനിമ പ്രേക്ഷകർക്ക് ആഴത്തിലുള്ള അതുപോലെ മറക്കാനാവാത്തതായിട്ടുള്ള അനുഭവം നൽകുന്ന ഒരു ശക്തമായിട്ടുള്ള ഒരു ആർട്ടാണ്. ഡിജിറ്റൽ ചിത്രീകരണത്തെക്കാൾ പരമ്പരാഗത ഫിലിമിൽ ചിത്രീകരിക്കുന്നതാണ് മികച്ച ഒരു ഗുണമേന്മയുള്ള സിനിമയുടെ ഒരു യഥാർത്ഥ സൗന്ദര്യവും ഒക്കെ നൽകുന്നത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. Nolan also believes that movies are best experienced in theaters where the large screen and surround sound create a unique emotional impact. അദ്ദേഹം വിശ്വസിക്കുന്നത് വലിയ സ്ക്രീനിലും മികച്ച ശബ്ദ സംവിധാനത്തോടു കൂടിയ തിയേറ്ററുകളിലാണ് സിനിമ ഏറ്റവും മികച്ച രീതിയിൽ ആസ്വദിക്കാനാവുന്നത് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്. According to Nolan, technology should support storytelling rather than replace it. Through films such as Inception, Interstellar, and Oppenheimer, he demonstrated that originality, strong narratives, and visual excellence are the foundations of great cinema. അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായത്തിൽ സാങ്കേതിക വിദ്യ കഥ പറച്ചിലിനെ സഹായിക്കേണ്ടതാണെന്നും അതിനെ മറികടക്കരുതെന്നും ഒക്കെ അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്. ഇൻസെപ്ഷൻ, ഇൻറ്റർസ്റ്റെല്ലാർ, ഒപ്പൻഹൈമർ തുടങ്ങിയിട്ടുള്ള സിനിമകളിലൂടെ മികച്ച കഥ പറച്ചിലും പുതുമയും ദൃശ്യമികവും മികച്ച സിനിമയുടെ അടിസ്ഥാനമാണെന്നൊക്കെ അദ്ദേഹം തെളിയിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം, എക്സ്പ്ലെയിൻ മൊണ്ടാജ് തിയറി. മൊണ്ടാജ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. മൊണ്ടാജ് തിയറി.
Montage theory is a film editing theory developed mainly by the Soviet filmmaker Sergei Einstein. It states that meaning is created not by individual shots but by combining different shots through editing. When two or more images are placed together, they produce a new idea or emotional effect in the minds of the audience. Einstein believed that ending is the most important element of cinema because it shapes the viewer's understanding of the story. Different types of montage, such as metric, rhythmic, tonal, overtonal, and intellectual montage, create different emotional and intellectual responses. Montage theory has greatly influenced modern filmmaking by demonstrating how editing and strengthen storytelling and communicate complex ideas. മൊണ്ടാഷ് തിയറി എന്ന് പറയുന്നത് സോവിയറ്റ് ചലച്ചിത്ര സംവിധായകനായിട്ടുള്ള സെർജി ഐസൻസ്റ്റൈൻ വികസിപ്പിച്ച ഒരു എഡിറ്റിംഗ് സിദ്ധാന്തമാണ്. ഓരോ ഷോട്ടിനും ഒറ്റയ്ക്ക് അർത്ഥമില്ലെന്നും വ്യത്യസ്ത ഷോട്ടുകൾ കൂടിച്ചേരുമ്പോഴാണ് പുതിയ ആശയങ്ങളും വികാരങ്ങളും രൂപപ്പെടുന്നു എന്നുമാണ് ഈ സിദ്ധാന്തം പറയുന്നത്. അതായത് രണ്ടിലധികം ദൃശ്യങ്ങൾ ചേർത്ത് കാണിക്കുമ്പോൾ പ്രേക്ഷകരുടെ മനസ്സിൽ പുതിയൊരു മീനിങ് ക്രിയേറ്റ് ആവുന്നുണ്ട്. സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എഡിറ്റിംഗ് ആണെന്ന് ഐസൻസ്റ്റൈൻ വിശ്വസിച്ചു. അതിനുള്ള കാരണം എഡിറ്റിംഗ് ആ ഒരു സ്റ്റോറിനെ ഓഡിയൻസ് എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതിനെ സ്വാധീനിക്കുന്നുണ്ട്. മെട്രിക്, റിതമിക്, ടോണൽ, ഓവർടോണൽ, ഇൻ്റലക്ച്വൽ മൊണ്ടാഷ് തുടങ്ങിയ വിവിധ തരം മൊണ്ടാഷുകൾ വ്യത്യസ്ത വികാരങ്ങളും ആശയങ്ങളൊക്കെ സൃഷ്ടിക്കുന്നുണ്ട്. ആധുനിക സിനിമയിൽ കഥ പറച്ചിൽ കൂടുതൽ ശക്തമാക്കുന്നതിൽ മൊണ്ടാഷ് സിദ്ധാന്തം വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് റെപ്രസെൻറ്റേഷൻ ഓഫ് കാസ്റ്റ് ആൻഡ് ഐഡൻറ്റിറ്റി ഇൻ ഫാൻഡ്രി. ഫാൻഡ്രി എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിലെ ജാതിയും വ്യക്തിത്വവും എങ്ങനെ ആണ് പ്രതിനിധീകരിച്ചിരിക്കുന്നത്. Fandry, directed by Nagaraj Manjula, is a powerful social realist film that exposes caste discrimination and its impact on personal identity. The protagonist, Jeppya, belongs to a Dalit family and dreams of a life free from humiliation and inequality. He falls in love with Shalu, an upper caste girl, but realizes that caste barriers make his dream impossible. നാഗരാജ് മഞ്ജുല സംവിധാനം ചെയ്ത ഫാൻഡ്രി എന്ന് പറയുന്നത് ജാതി വിവേചനവും അത് വ്യക്തിത്വത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതും ശക്തമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു സിനിമയാണ്. ഇതിലെ കഥാപാത്രമാണ് ജബ്യ. ദളിത് കുടുംബത്തിൽ ജനിച്ച ആളാണ് ജബ്യ. അപമാനങ്ങളും ഒരുപാട് ഡിസ്ക്രിമിനേഷനും ഒക്കെ അനുഭവിച്ച ഒരാളാണ്. അപ്പോൾ ഇതൊന്നും ജീവിതത്തിൽ ഇല്ലാത്ത ഒരു സ്വപ്നമാണ് ജബ്യക്കുള്ളത്. അതായത് ഒരു എൻജിനീയർ ആവാനാണ് ആഗ്രഹം. തൻ്റെ ജാതിപരമായിട്ടുള്ള ജോലി ഉപേക്ഷിച്ച് എൻജിനീയർ ആവണമെന്നായിരുന്നു ആഗ്രഹം. മേൽജാതിയിൽപ്പെട്ട ശാലുവിനോട് പ്രണയത്തിലാകുന്നുണ്ട്. ജാതി വ്യവസ്ഥ കാരണം തൻ്റെ സ്വപ്നങ്ങളൊന്നും നിറവേറില്ല എന്നുള്ളൊരു നിരാശയിലായിരുന്നു അവൻ. His family is forced to perform degrading jobs such as catching pigs, which symbolize the oppression faced by Dalits. Jabya's growing anger and frustration finally explored in the film Shocking Ending, where he throws a stone at society. The film powerfully criticizes caste-based discrimination and calls for equality, dignity and social justice. ജബ്യയുടെ ഫാമിലിയുടെ ഉപജീവന മാർഗ്ഗമായിരുന്നു അവിടുത്തെ പിഗ്സിനൊക്കെ പിടിക്കുക എന്ന് പറയുന്നത്. അതൊരു അപമാനകരമായിട്ടുള്ള ജോലിയാണ്. അവരുടെ ജാതി മൂലം അവർ ചെയ്യാൻ നിർബന്ധിതരാകുകയാണ് ചെയ്യുന്നത്. ഇത് ദളിതരെ അനുഭവിക്കുന്ന സാമൂഹിക അടിച്ചമർത്തലിൻ്റെ ഒരു പ്രതീകമാണ്. അവസാനം ജബ്യ സമൂഹത്തിന് നേരെ കല്ലെറിയുന്ന രംഗം അവൻ്റെ അടക്കി വെച്ച ദേഷ്യത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും ഒക്കെ പ്രതീകമായിട്ടാണ് കണക്കാക്കുന്നത്. ജാതി വിവേചനത്തെ ശക്തമായി വിമർശിക്കുകയും സമത്വത്തിനും മനുഷ്യ ഹത്യത്തിനൊക്കെ സാമൂഹിക നീതിക്കും വേണ്ടി ശബ്ദമുയർത്തുകയും ചെയ്യുന്ന സിനിമയാണ് ഫാൻഡ്രി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സെക്ഷൻ സി 10 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. 2 ചോദ്യങ്ങളുണ്ട്. Capernaum offers a powerful commentary on social neglect, the resilience of the human spirit, and the quest for dignity in the face of adversity.
എലുസിഡേറ്റ്. ചോദ്യം ഇതാണ്: സാമൂഹിക അവഗണന, അതിജീവനശേഷി, പ്രതികൂല സാഹചര്യങ്ങളിലും അന്തസ്സിനായിട്ടുള്ള പോരാട്ടം എന്നിവയെ ശക്തമായി അവതരിപ്പിക്കുന്ന സിനിമയാണ് കാപ്പർനൗം. അത് വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. Capernaum is a 2018 Lebanese social realist film directed by Nadine Labaki. The film tells the heartbreaking story of Zain, a 12-year-old boy who sues his parents for bringing him into a real life of suffering. Through Zain's story, the film exposes the harsh realities of poverty, child neglect, child labor, child marriage, migration, and the failure of society to protect children. It is a powerful commentary on social injustice and the importance of human dignity. അപ്പോൾ നദീം ലബാക്കി സംവിധാനം ചെയ്ത 2018 റിലീസ് ചെയ്ത ലെബനീസ് സാമൂഹിക ഒരു റിയലിസ്റ്റ് സിനിമയാണ് കാപ്പർനൗം എന്ന് പറയുന്നത്. ദുരിതപൂർണമായ ജീവിതത്തിലേക്ക് തന്നെ ജനിപ്പിച്ചതിന് സ്വന്തം മാതാപിതാക്കൾക്കെതിരെ കേസ് കൊടുക്കുന്ന 12 വയസ്സുകാരനായ സെയിൻ എന്ന ബാലൻ്റെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു സിനിമയാണിത്. സെയിനിൻ്റെ ജീവിത യാത്രയിലൂടെ ദാരിദ്ര്യം, കുട്ടികളോടുള്ള അവഗണന, കുട്ടികളെ സംരക്ഷിക്കുന്നതിൽ സമൂഹം പരാജയപ്പെടുന്ന പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. One of the central themes of the film is social neglect. Zain grows up in extreme poverty without proper food, education, healthcare, or love. His parents are unable to care for their children because of poverty and ignorance. His sister Sahar is forced into child marriage and later dies due to complications during childbirth. The film also shows the struggles of refugees who live without a legal identity or basic rights. Through this incident, Capernaum criticizes government and societies that ignore the needs of vulnerable children. ഈ സിനിമയുടെ പ്രധാന പ്രമേയങ്ങളിൽ ഒന്നാണ് സോഷ്യൽ നെഗ്ലക്റ്റ്, സാമൂഹിക അവഗണന എന്ന് പറയുന്നത്. ആവശ്യമായ ഭക്ഷണമോ വിദ്യാഭ്യാസമോ ആരോഗ്യ പരിരക്ഷയോ ഒന്നും ലഭിക്കാതെയാണ് സെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടി വളരുന്നത്. ദാരിദ്ര്യവും അറിവില്ലായ്മയും കാരണം മാതാപിതാക്കൾക്ക് സ്വന്തം മക്കളെ സംരക്ഷിക്കാൻ കഴിയാത്തൊരവസ്ഥ നമുക്ക് ഈ ഒരു സിനിമയിൽ കാണാൻ കഴിയും. സെയിനിൻ്റെ സഹോദരി സഹറിൻ്റെ ചൈൽഡ് മാരേജ് ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതുമൂലം പ്രസവ സമയത്തെ സങ്കീർണതകൾ കാരണം അവൾ മരണപ്പെടുന്ന ഒരവസ്ഥ ഇതിൽ കാണാൻ കഴിയും. ഒരു നിയമപരമായ തിരിച്ചറിയൽ കാർഡോ അടിസ്ഥാനാവകാശങ്ങളോ ഇല്ലാതെ ജീവിക്കുന്ന അഭയാർത്ഥികളുടെ ദുരിതവും ഈ സിനിമയിൽ നമുക്ക് കാണാൻ കഴിയും. ഇത്തരത്തിലുള്ള സംഭവങ്ങളിലൂടെ ദുരിതം അനുഭവിക്കുന്ന കുട്ടികളെ അവഗണിക്കുന്ന ഗവൺമെൻറ്റിനെയും സൊസൈറ്റിനെയും ഒക്കെയാണ് കാപ്പർനൗം വിമർശിക്കുന്നത്. Despite facing endless hardships, Zain never gives up. He survives on the streets, works to earn food, and takes responsibility for baby Jonas. When his mother Rahil is arrested, even though he is only a child, he shows remarkable courage, maturity, and determination. His resilience represents the strength of children who continue to fight for survival despite living in difficult circumstances. ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടും സെയിൻ ഒരിക്കലും പ്രതീക്ഷ കൈവിടുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് തെരുവുകളിൽ ജീവിച്ച് ജോലി ചെയ്ത് ഭക്ഷണം കണ്ടെത്തുകയും റാഹിൽ അറസ്റ്റിലായപ്പോൾ അവളുടെ കുഞ്ഞായിട്ടുള്ള യോനാസിനെ ഉത്തരവാദിത്വത്തോടെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ കുട്ടിയായിട്ടും അവൻ അസാധാരണമായിട്ടുള്ള ധൈര്യവും നിശ്ചയദാർഢ്യമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. കഠിനമായ സാഹചര്യങ്ങളിലും ജീവിതത്തിനായിട്ട് പോരാടുന്ന എല്ലാ കുട്ടികളുടെയും പ്രതീകമായിട്ടാണ് സെയിനിൻ്റെ ഈ ഒരു പ്രവൃത്തി നമുക്ക് കാണാൻ കഴിയുന്നത്. The film strongly emphasizes every child's right to dignity. Zain's decision to sue his parents symbolizes his demand for justice and a better life. He wants children to be loved, educated, and protected instead of being treated as burdens. His struggle becomes the voice of millions of neglected children around the world. The film reminds us that every human being deserves respect, identity, and opportunities to live with dignity. ഓരോ കുട്ടിക്കും അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശമുണ്ടെന്ന് ഈ സിനിമ ശക്തമായിട്ട് ഊന്നി പറയുന്നുണ്ട്. മാതാപിതാക്കൾക്കെതിരെ കേസ് കൊടുക്കുന്ന സെയിനിൻ്റെ തീരുമാനം നീതിക്കും മികച്ച ജീവിതത്തിനുള്ള അവൻ്റെ ആവശ്യത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. കുട്ടികളെ ഒരു ഭാരമായി കാണാതെ സ്നേഹിക്കുകയും വിദ്യാഭ്യാസം നൽകുകയും അവരെ സംരക്ഷിക്കുകയൊക്കെ ചെയ്യണമെന്ന് സെയിൻ ആഗ്രഹിക്കുന്നുണ്ട്.
ലോകമെമ്പാടുള്ള അവഗണിക്കപ്പെട്ട കുട്ടികളുടെ ശബ്ദമായിട്ട് സെയിനിൻ്റെ ഈ ഒരു ഫൈറ്റ് മാറുകയാണ്. ഓരോ മനുഷ്യനും ബഹുമാനവും വ്യക്തിത്വവും അന്തസ്സോടെ ജീവിക്കാനുള്ള അവസരമൊക്കെ ഉണ്ടെന്ന് ഈ ഒരു സിനിമ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. Adil Labaki uses social realism to make the story authentic. She casts non-professional actors, shoots in real locations, and presents natural performances. This realistic style creates a powerful emotional connection between the audience and the characters. The film avoids melodrama and instead portrays everyday struggles with honesty. നദീൽ ലബാക്കി സാമൂഹിക ഒരു യാഥാർത്ഥ്യ ശൈലിയാണ് ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രൊഫഷണൽ അല്ലാത്ത അഭിനേതാക്കളെ അഭിനയിപ്പിക്കുകയും യഥാർത്ഥ സ്ഥലങ്ങളിൽ ചിത്രീകരിക്കുകയും ഒക്കെയാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ഇതിലൂടെ ഓഡിയൻസിന് കഥാപാത്രങ്ങളും ഓഡിയൻസും തമ്മിൽ ഒരു ശക്തമായിട്ടുള്ള ഇമോഷണൽ കണക്ഷൻ ഇതുമൂലം രൂപപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു എസ്സേനെ കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ, കാപ്പർനൗം ഈസ് മച്ച് മോർ ദാൻ ദ സ്റ്റോറി ഓഫ് വൺ ബോയ്. ഇറ്റ് ഈസ് എ പവർഫുൾ സോഷ്യൽ criticism that exposes poverty, inequality, and neglect while celebrating the strength of the human spirit. The film urges society to protect children and ensure their rights to education, safety, love, and dignity. Through its emotional storytelling and realistic style, Capernaum remains one of the most important social realist films of modern cinema. കാപ്പർനൗം എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ മാത്രം കഥയല്ല, ദാരിദ്ര്യത്തെയും ഇനിക്വാലിറ്റിനെയും സോഷ്യൽ ഡിസ്ക്രിമിനേഷനെയും ഒക്കെ ശക്തമായിട്ട് വിമർശിക്കുന്ന ഒരു സിനിമയാണ്. അതോടൊപ്പം മനുഷ്യൻ്റെ ശക്തിയെയും അതിജീവന ശേഷിയെയും ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സിനിമ കൂടിയാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസം, സുരക്ഷ, അന്തസ്സ് എന്നിവ ഉറപ്പാക്കേണ്ടത് സമൂഹത്തിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണെന്ന് സിനിമ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ശക്തമായിട്ടുള്ള വികാരങ്ങളും ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള അവതരണവും ഒക്കെ കാരണം ആധുനിക സാമൂഹിക റിയലിസ്റ്റിക് സിനിമകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രങ്ങളിൽ ഒന്നായിട്ട് കാപ്പർനൗം കണക്കാക്കപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. അടുത്ത ചോദ്യം ഞാൻ ജസ്റ്റ് റീഡ് ചെയ്യുന്നുള്ളൂ. VC Harris offers valuable perspectives on how popular cinema both reflects and shapes societal perceptions of gender. Discuss. ജനപ്രിയ സിനിമ സമൂഹത്തിലെ ജെൻഡർ പെർസെപ്ഷൻ, അതായത് ലിംഗധാരണകളെ പ്രതിഫലിപ്പിക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്യുന്നതിനെ കുറിച്ചിട്ട് VC ഹാരിസ് അതിൻ്റെ വിലപ്പെട്ട കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, VC Harris examines the relationship between popular cinema and society, particularly the way films represent gender. According to Harris, cinema is not just entertainment, but a powerful cultural medium that reflects existing social values while also influencing how people think about men and women. Films can either reinforce gender stereotype or challenge them by presenting more equal and realistic representations. Popular cinema often mirrors the beliefs and traditions of society. In many films, men are portrayed as brave, intelligent, and powerful heroes, while women are shown as emotional, dependent, or confined to domestic roles. These portrayals reflect patriarchal values that have existed in many societies for generations. As a result, audiences often accept these gender roles as normal. Cinema not only reflects society but also shapes public attitudes. Repeated images of strong men and submissive women influence how people understand masculinity and femininity. Such portrayals affect expectations about behavior, appearance, family roles, and relationship. Young viewers in particular may imitate what they see on screen, making cinema an important influence on social attitudes. Cinema not only reflects society but also shape public attitudes. Repeated images of strong men and submissive women influence how people understand masculinity and femininity. Such portrayals affect expectations about behavior, appearance, family roles, and relationship. Young viewers in particular may imitate what they see on screen, making cinema an important influence on social attitudes.
Harris argues that filmmakers have a responsibility to present balanced and realistic gender roles. Women should be portrayed as independent, intelligent, and capable individuals rather than merely supporting male characters. Likewise, men should also be represented in diverse ways instead of always appearing aggressive or dominant. Positive and equal representation promotes gender equality and social justice. Modern cinema has begun to challenge traditional stereotypes by presenting women as leaders, professionals, and decision makers. Many contemporary films promote equality, respect, and empowerment. Such representations encourage audiences to question discrimination and support a more inclusive society. V.C. Harris concludes that popular cinema is a powerful force that both reflects and shapes a society's understanding of gender. While films have often reinforced stereotypes, they also possess the ability to promote equality and social change. Responsible filmmaking can challenge outdated beliefs and inspire audiences to build a society based on respect, dignity, and equal opportunities for all.